ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റ്സിൽ ഇപ്പം നടന്നത് അഭിഷേകിൻ്റെ അച്ഛനും അഭിഷേകും ഋഷി എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് അഭിഷേകിൻ്റെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്കിങ്ങനെ ഇരിക്കാതെ അവിടെ എവിടെയെങ്കിലും പോയി ഒന്ന് കറങ്ങി നടക്കുമോ, ഒരു ടാസ്കിലോ അല്ലെങ്കിൽ ആൾക്കാരോട് നല്ലതായിട്ട് മിങ്കിൾ ചെയ്യുകയോ ഒക്കെ ചെയ്ത് ഇരിക്കരുതോ, അല്ലാതെ ഇവിടെ വന്നിരുന്ന് ചുമ്മാ ഇരുന്നിട്ട് എന്തുവാ കാര്യം, ഏഷ്യാനെറ്റ് അതിനാണെന്ന് നിങ്ങൾക്ക് പൈസ തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ദേഷ്യപ്പെടുന്ന രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അഭിഷേകും ഋഷിയും പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അഭിഷേകിൻ്റെ അച്ഛൻ്റെ അടുത്ത് കൂടുതലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അഭിഷേകിൻ്റെ അച്ഛൻ അതൊന്നും കണക്കാക്കാതെ ഒന്നും പറഞ്ഞു കൊടുത്തില്ല വെളിയിലെ കാര്യങ്ങൾ. അതിനു പകരം പുള്ളിക്കാരൻ പറഞ്ഞ, നിങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിൽ ഏത് രീതിയിലാണോ നിന്നിട്ടുള്ളത് ആ രീതിയിലായിരിക്കും പ്രേക്ഷകർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. വെളിയിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് വെളിയിൽ കിട്ടും. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. പ്രേക്ഷകർക്ക് നല്ല രീതിയിലുള്ള കണ്ടൻറ്റാണ് ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ ഋഷി പറഞ്ഞു, ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഓരോ മൊബൈൽ കൂടെ തന്നായിരുന്നു നല്ലതായിരുന്നെന്ന് പറഞ്ഞു. അപ്പം അഭിഷേകിൻ്റെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നാൽ പിന്നെ നിങ്ങൾ ഇതിനകത്ത് ഇരുന്ന് മൊബൈൽ നോക്കി സ്വയമേ അനലൈസ് ചെയ്ത് എങ്ങനെ കളിക്കണം എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്താൽ പോരെ എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം.